ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 480ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ്. ഹൈവേയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതാ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 5 സെൻറ്റിൽ 3 ബെഡ്റൂമുകളുള്ള, അതും ഒരു ടോയ്ലറ്റ്, അതുപോലെ 1100 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. പഴയൊരു വീടാണ് കേട്ടോ. അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട, നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന വീടാണ്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ടാർ റോഡ് ആക്സസ് ഉണ്ട്. നമ്മൾ റോഡിൽ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി നമ്മുടെ വീട്ടിലേക്കാണ് കയറുന്നത്. പുറകിലാണ് സ്ഥലം കൂടുതൽ. ബാക്കിൽ ചെറിയൊരു ഒരു മിറ്റം മാത്രമേ ഉള്ളൂ, ചെറിയൊരു പാസേജ് മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ കുറച്ച് മിറ്റം കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. കിണറൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ട് ചെറിയൊരു, ഞാൻ പറഞ്ഞത് പഴയ വീടാണ്. പഴയ നല്ല ഉരുപ്പടിയൊക്കെ ഇട്ട് നല്ലതായിട്ട് പണിതിട്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അവിടെ പെയിൻറ്റിങ് വർക്ക് നടക്കുകയാണ്. ഇത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഡോറൊക്കെ പോളിഷൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കടകളും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 450 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. ഹൈവേ ആണ് KK റോഡ് ഹൈവേ ആണ്. അതുപോലെ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണർകാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം. മണർകാട് ജംഗ്ഷനെ പറ്റിയൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ബാക്ക് വശത്തേക്ക് ഒന്ന് പോകാം. കണ്ടല്ലോ, ജനലൊക്കെ ഇവിടെ ഈ വശമൊക്കെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞവർ, ഫ്രണ്ട് വശമൊക്കെ ഇനി അടിക്കാനുള്ളൂ. ഇവിടെ ഈ സൈഡിൽ കൂടെ നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് വരികയാണ്. ഇവിടെ ഈ തൊട്ടടുത്തൊക്കെ വീടുകളും കാര്യങ്ങളും എല്ലാം തന്നെയുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് നടന്നു പോകാനുള്ള ഇടയുണ്ട്. ഇവിടെ പുറകിലൊരു ഉപയോഗശൂന്യമായ ഒരു ബാത്റൂമുണ്ട്. അതും കൂടെ കൂട്ടുകയാണെങ്കിൽ 2 ബാത്റൂം നമുക്ക് ഉണ്ടെന്ന് വേണേൽ പറയാം. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ കൂട്ടിയിട്ടില്ല. ഒരു ബാത്റൂം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇവിടെയൊക്കെ ഇവിടെ ബാക്ക് സൈഡിലാണ് നമുക്ക് കൂടുതലായിട്ട് ഇട വന്നിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഈ കോമ്പൗണ്ടെല്ലാം കെട്ടിയിട്ടുണ്ട്. ഇതാണ് കിണർ. പഴയ കാലത്തെ ഒരു പ്രതാപ കിണറാണ്. ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടല്ലോ, നല്ല റിങ്ങൊക്കെ വെട്ടി നല്ല രീതിയിൽ നല്ല വലിപ്പമുള്ള കിണറാണ്. ഇന്ന് ഈ കാലത്തൊന്നും ഇത്രയും വലിപ്പവും വിസ്തീർണമുള്ള കിണർ കാണുക പുതിയതായിട്ടൊന്നും ആരും ചെയ്യാറില്ല. അത്യാവശ്യം വെള്ളം കിട്ടുന്ന രീതിയിൽ കണ്ടല്ലോ, നല്ല ആഴമുള്ള കിണറാണ്. ഇഷ്ടംപോലെ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ബാക്ക് വശമാണ് കാണാൻ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം പെയിൻറ്റ് എല്ലാം അടിച്ചു കഴിഞ്ഞപ്പം പുറവശത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്ന അപാര വ്യൂ തന്നെയാണ്. വീടൊന്ന് തിരിച്ചു വെച്ചാലോ എന്ന് ഞാൻ ഓർത്തുപോയി. കാരണം ഫ്രണ്ടിലത്തെ വ്യൂവിനേക്കാളും ബാക്ക് സൈഡാണ് കുറച്ചും കൂടെ നല്ല വ്യൂ വീടിന് നൽകുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ മിറ്റവും ഉണ്ട്, ബാക്ക് സൈഡിലാണെങ്കിൽ മിറ്റവും കിട്ടുന്നുണ്ട്. അപ്പം അതൊരിക്കലും അസാധ്യമായ കാര്യമാണ്. എങ്കിലും ഇതുവഴി ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്. അത് പണ്ടത്തെ ഒരു തൊണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വീടിൻ്റെ പുറമേ ഉള്ള ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു. ഇനി നമുക്ക് അകത്തെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നോക്കാം. വണ്ടിയൊക്കെ എപ്പോഴും നല്ല രീതിയിൽ പാസ് ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു റോഡിൻ്റെ മുൻവശം തന്നെയാണ്. നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ചെറിയ ഒരു ലിവിങ് ഏരിയ, ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല, വലിയ ലിവിങ് ഏരിയ തന്നെയുണ്ട്. തൂണുകളൊക്കെ കൊടുത്ത് നല്ലൊരു ലിവിങ് ഏരിയ. ഇതെല്ലാം കണക്റ്റഡായിട്ടുള്ള റൂമുകളാണ് കേട്ടോ. നമ്മുടെ പഴയ ആ ഒരു സെറ്റപ്പിലുള്ള വീടുകളാണ്. മുകളിൽ തട്ടുണ്ട്, ഒരു സ്ഥലത്ത് തട്ടുണ്ട്. മറ്റു ഭാഗങ്ങളൊക്കെ കൂടുതലും വാർക്കയും എല്ലാം കൂടെ മിക്സാണ് കൂടുതലും. ഇവിടെ നമ്മൾ കാണുന്നത് തട്ടാണ്, പഴയ തട്ടുംപുറം എന്നൊക്കെ പറയത്തില്ല, അതേ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഷീറ്റാണ്. ഇവിടെ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയ പണ്ടത്തെ അല്ല, ഇപ്പോഴത്തെ ഡൈനിങ് റൂമാണ്, ഡൈനിങ് ഏരിയ. അതിന് ഡബിൾ പാളി, അവിടെ അടുക്കളയിൽ നിന്ന് കയറാവുന്ന ഒരു സെറ്റപ്പും കൂടെ ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. അപ്പം നമുക്ക് തിണ്ണേന്ന് നേരെ, അല്ലെങ്കിൽ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ നമുക്ക് 2 റൂമിലേക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കിടക്കാവുന്ന രീതിയിലാണ്. ഇവിടെ നമുക്ക് റൂമിന് തട്ട്, ആ 2ാമത്തെ റൂം, ഇപ്പോൾ ഞാൻ അവിടെ കയറിയില്ല,
എല്ലാം ടൈലൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മുറിക്കും തട്ടുമ്പുറമുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി കണ്ടാൽ കഴിയും, ഇവിടെ നല്ല ബെർത്തൊക്കെ നൽകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് വാർക്കയാണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ വാർത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ നന്നായി തന്നെ ഇവിടെ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയയും നമുക്ക് വാർക്കയാണ്. രണ്ടാമത്തെ ഈ ഒരു ഏരിയയും നല്ല ഇത് വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. നല്ല ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ജനലുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ്, അതും വാർക്കയാണ്. ഷവറും ഒക്കെ നൽകിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ലഭിച്ചു. നമുക്കിത് ഇവിടുന്ന് നേരെ ഒരു ആർച്ച് കണ്ടല്ലോ, ആർച്ചാണ് നേരെ കിച്ചണിലേക്ക് കിടക്കുന്ന ഒരു പോർഷൻ കൂടെ നിങ്ങൾ കണ്ടു കാണും. ഇത് നമുക്ക് ഇവിടെ വാർത്തിട്ടേക്കുന്നതാണ്. അടുക്കളയൊക്കെ വാർപ്പ് തന്നെയാണ്. ഇവിടെ ഷെൽഫും കാര്യങ്ങളും ചിമ്മിനിയും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷന് നല്ല രീതിയിൽ തന്നെ ഇത് അടുക്കളയിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു ഏരിയയാണ്, നമ്മുടെ കിണറിൻ്റെ വശത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വീടിൻ്റെ ഉൾവശം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് മറ്റ് വിവരങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും കമ്പനിയിലും കൊടുത്തിട്ടുണ്ടാവും. മറ്റ് വിവരങ്ങളെന്ന് പറയാനായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തൊട്ടടുത്തായിട്ട് തന്നെ ഓർത്തഡോക്സ് പള്ളി, യാക്കോബ പള്ളി, അതുപോലെ തന്നെ SNDP മന്ദിരങ്ങൾ, അതുപോലെ മറ്റ് ഹൈന്ദവ അമ്പലങ്ങൾ എല്ലാം തന്നെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലായിട്ടുണ്ട്. അതുപോലെ മുസ്ലിം പള്ളിയും മോസ്കും നമുക്കൊരു 3 കിലോമീറ്റർ അടുത്തായിട്ട് മുസ്ലിം പള്ളിയുണ്ട് പാമ്പാടിക്ക് അടുത്തുള്ള. അപ്പോൾ മറ്റ് ബാഗുകൾ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മണർകാട് കവലയിലും ഒക്കെ ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.